അപ്പം ഞാൻ എന്താ കിച്ചണിലേക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മൈദ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഏലക്ക ചേർക്കുന്നുണ്ട്. ഒരു കോഴിമുട്ട പൊടിച്ചിട്ട് അത് ചേർക്കുന്നുണ്ട്. ഒരു നുള്ളി ഈസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. കോഴിമുട്ട ധാരാളമാണ്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഉപ്പിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ പഴംപൊരിക്കൊക്കെ ബാറ്റർ എടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഒരുപാട് ലൂസാക്കണ്ട, നമുക്ക് കുറച്ച് തിക്കായിട്ട് തന്നെ വേണം. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഞാനിനി ഇത് മാറ്റിയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെയ്യുന്നതിൽ ഒരാളെന്നോട് ചോദിക്കുന്നില്ല ഇതെന്താണ് കേക്കാണെന്ന്. കാരണം ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത് എല്ലാം തന്നെ ആൾക്ക് കേക്കാണ്. ആളൊരു കേക്കിൻ്റെ ഫാനാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് കറക്റ്റായിട്ടുണ്ട്. പിന്നെ ഇത് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കണം കേട്ടോ. അതിന് ശേഷം ഞാൻ റൂമിൽ ഇരുന്ന് വാടി ഇരുന്ന് ഒരു പഴത്തിൻ്റെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഏകദേശം ഫിലിപ്പീനി പഴമാണ്. ഇതിന് നമ്മൾ റോബസ്റ്റയുടെ ഒക്കെ ഒരു ഏകദേശം ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കുരുകുരാന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്കത് അതും കൂടി ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എത്രയും നിങ്ങൾക്ക് സ്മാഷ് ചെയ്യണമെങ്കിൽ അതായിരിക്കും കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ്. നമ്മൾ ഉണ്ടമ്പരിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്കൊന്ന് ഉടച്ചെടുക്കാൻ പറ്റിയതായിരിക്കും നല്ലത്. എൻ്റെ ജാറ് കുറച്ച് പണിമുടക്കായതുകൊണ്ട് ഞാനിങ്ങനെ കുരുകുരാന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ആ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പഴം മുഴുവനായിട്ടും അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്നുകൂടി മൊത്തത്തിൽ ഇളക്കാം. ഇതിനിടയ്ക്ക് നിങ്ങൾ ഉപ്പൊക്കെ പഞ്ചസാരയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. ഇനി നമുക്ക് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ കോരി പൊരിക്കാം. അപ്പം ഞാൻ ആദ്യം ഒന്ന് പരീക്ഷണാർത്ഥം ഒരെണ്ണം പൊരിച്ചു നോക്കി. അത് ഓക്കെ സക്സസ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ സംഗതി കുഴപ്പമില്ല. അപ്പം ബാക്കി നമുക്ക് പൊരിക്കണം. അപ്പോൾ ആളെ ഷോപ്പിലേക്ക്